കഴിഞ്ഞ ദിവസം ജാമ്യം നൽകി വിട്ടയച്ചു. എന്തൊക്കെ കുറ്റങ്ങളാണ് താങ്കൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്? ഇനി പറ, ഞാൻ കേക്കട്ടെ. ഞാൻ ഒളിവിൽ പോയിന്ന് ഒരു വാർത്ത ഉണ്ടായിരുന്നു. അത് തെറ്റാണ്. എന്നോട് പറഞ്ഞിരുന്നത് ഒരു ഉച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞാൽ നാളെ രാവിലെ ചെന്നാൽ മതി എന്ന് CI പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ എനിക്ക് അതിനകത്തൊരു പ്രശ്നമുണ്ട്, അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല? അങ്ങനെ പറയരുത്, ഇപ്പൊ കേസ് നടക്കുമല്ലേ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഇനിയിപ്പോ എങ്ങനെയാണ് അടുത്ത നടപടികളൊക്കെ എങ്ങനെയാണ്? മുന്നോട്ട് ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ അതങ്ങനെ നടക്കട്ടെ. അത് തന്നെ താങ്കൾ പറഞ്ഞത് മോഹൻലാൽ സൈനിക വേഷത്തിൽ ലഫ്റ്റനന്റ് കേണൽ എന്നുള്ള ആ ഒരു സൈനിക വേഷത്തിൽ ആ ദുരന്ത ഭൂമിയിൽ ചെന്നത് ഈ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അത് അവിടെ വരെ നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. താങ്കൾ ഇപ്പോൾ വല്ലാതെ ഭയക്കുന്നു എന്ന് തോന്നുന്നു. ഇല്ല അങ്ങനെയല്ല. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. അത് വേണ്ട. എന്തുകൊണ്ടാണ് ഇപ്പോഴും ചായ കുടിച്ചാലോ? ചായ കുടിക്കാം, തീർച്ചയായിട്ടും ചായ കുടിക്കാം. ആവാം. പിന്നെ കുറച്ച് ദോശ, സമ്മന്തി. വിശക്കുന്നുണ്ട് രാവിലെ. വിശക്കുന്നു, കഴിക്കാൻ ഇറങ്ങിയതാ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ക്യാമറയൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് പോയി വീണ് കഴിഞ്ഞാൽ ഇവിടെ വീണ് ക്യാമറ പൊട്ടി, തല പൊട്ടി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ക്യാമറ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഉച്ചയാകും. അപ്പൊ വെയിലിന്റെ കാഠിന്യം കൂടും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ശരി, ബൈ.